ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് സംസാരിക്കുന്നത്. നമുക്ക് ചുറ്റുപാടും ഒത്തിരി പ്രതിസന്ധികളുണ്ട്. നമ്മൾ പ്രതിസന്ധികളിൽ കൂടെ തന്നെ കടന്നു പോകുന്നവരാ. പക്ഷേ ഈ ഇത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും എല്ലാ സമയത്തും ഹാപ്പിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടായിരിക്കാറ്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ 24 hours ഹാപ്പി ആകണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിന് നമുക്ക് ചുറ്റും നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊന്നുമല്ല നമ്മുടെ ചുറ്റും നടക്കുന്നത്. കാരണം നമുക്ക് ചുറ്റും ആയിരക്കണക്കിനോ അല്ലെ 10,000-കണക്കിന് ആൾക്കാരുണ്ടാവാം. പക്ഷെ അവരൊക്കെ നമുക്ക് സന്തോഷം മാത്രമാ തരിക എന്ന് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ അത് നമ്മൾ തന്നെ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എപ്പോഴും ഒരു വ്യക്തി പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം നമുക്ക് ഒരു സെക്കൻഡിനുള്ളിൽ അല്ലെ ഒരു മിനിറ്റിനുള്ളിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടി 10,000 ചിന്തകൾ കടന്നു പോകും എന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പം ഉറങ്ങുന്ന ടൈമിലായിരിക്കാം, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കാം, ഒത്തിരി ചിന്തകൾ അതായത് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. ഭൂരിപക്ഷം വ്യക്തികളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ പോസിറ്റീവിനേക്കാളും നെഗറ്റീവായിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ ഇതിനെ സംസാരിക്കാൻ പോകുന്നത്. കാരണം നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ജീവിതം എപ്പോഴും തോറ്റു പോകത്തേ ഉള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നമുക്ക് എന്താ പറയാ പോസിറ്റീവായിട്ട് വളരെ തന്മയത്വത്തോടു കൂടി തന്നെ തരണം ചെയ്താല് നമ്മുടെ ജീവിതം, നമ്മുടെ കൂടപ്പിറപ്പ്, നമ്മുടെ മക്കള്, നമ്മുടെ പങ്കാളി ഒക്കെ സന്തോഷത്തോടെ കടന്നു പോകുള്ളൂ. നമ്മൾ ദുഃഖിച്ചിരുന്നെങ്കിൽ, അതായത് ഒരു വ്യക്തി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവർ ദുഃഖിച്ചിരുന്നെങ്കിൽ ആ കുടുംബം അവരുമായിട്ട് അനുബന്ധപ്പെട്ടവർക്ക് മുഴുവൻ അത് നെഗറ്റീവ് ഒരു ഫീലിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും ചിന്തിച്ചു നോക്കുക, നമുക്ക് ഇതിനൊക്കെ ഒന്ന് മറികടക്കാൻ പറ്റുന്നത് നമ്മൾ വൈകുന്നേരമാണെങ്കിലും നമ്മൾ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ നെഗറ്റീവ് മാത്രം ചിന്തിക്കരുത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളെ ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അല്ല നമുക്ക് വന്ന ജീവിതത്തിൽ അല്ലെ അന്നത്തെ ഒരു ദിവസം വന്ന പോസിറ്റീവായിട്ട് നമുക്ക് സന്തോഷം മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പിന്നെ നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഡയറി എഴുതുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് സംഭവങ്ങൾ മാത്രം ഡയറിയിൽ എഴുതരുത്. എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഡയറിയിൽ എഴുതാവുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ നമ്മുടെ ഡയറി താളുകൾ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ചീത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മനുഷ്യരാണല്ലോ. പക്ഷെ അതൊക്കെ നമ്മൾ എടുത്തു കളയുക. പിന്നെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ എന്തോരെ തളർച്ചകളിലൂടെ കടന്നു വന്നാലും ഈശ്വരൻ നമ്മളെ എത്രമാത്രം പരിപാലിച്ചിട്ടാ നമ്മൾ എത്ര സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു ഒറ്റ ചിന്ത മതി നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി. കാരണം കുട്ടികൾ ശരിക്കും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കുട്ടികളെ നിങ്ങൾ കാണുന്നില്ലേ, പരീക്ഷയ്ക്ക് വേണ്ടി അവർ ഒത്തിരി പഠിക്കും. പഠിച്ചു കഴിഞ്ഞ് അവർ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പും പരീക്ഷ പനി വരുന്ന കുട്ടികളുണ്ട്. കാരണം പരീക്ഷ അവർ പഠിക്കുന്നുണ്ട്, അവർ ഫുള്ള് പഠിക്കുന്നു. പക്ഷെ അവർ എത്രമാത്രം പഠിച്ചാലും അവരുടെ മനസ്സിൽ ആ എക്സാം, എന്റെ ദൈവമേ ഞാൻ പഠിച്ചതാണോ വരിക, ഒന്നും അറിയില്ലല്ലോ, എനിക്ക് തോറ്റു പോവോ, ഞാൻ പഠിച്ചത് എനിക്ക് ഓർക്കാൻ പറ്റുമോ. അത് കുഞ്ഞുമക്കളോടാണ് ഞാൻ പറയുന്നത്. അത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് ദൈവം തോന്നിച്ചു തരും, നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് അങ്ങനെ പറ്റും എന്ന് വിചാരിക്കുക. പറ്റും എന്ന് വിചാരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തുകയില്ല. ഒരിക്കലും എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടത് സാധിക്കില്ല എന്നൊരു കാര്യം പറയുമ്പോഴും, നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിക്കുവായിക്കോട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിച്ച നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പിന്നെ നമ്മൾ ഒത്തിരി നല്ല ആളുകളുടെ കൂടെ മാത്രമൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ചുറ്റും ഒത്തിരി മോശം ആൾക്കാരുണ്ടാകാം. പക്ഷെ അവര് നമുക്ക് സന്തോഷം തരണമെന്നില്ല. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ ജീവിക്കണം. അതായത് ഏത് വ്യക്തികളും എത്ര സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണേലും കുറച്ച് സമയമെങ്കിലും സന്തോഷത്തോടെ ചിരിക്കാനും, പിന്നെ ഒത്തിരി എന്താ പറയാ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് ബഹളം വെച്ച് അവരും ചിന്തിക്കും. അവരുടെ പഴയ ലൈഫിലെ സന്തോഷങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കും. അങ്ങ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ല, എന്റെ കുട്ടിക്കാലമൊക്കെ എത്ര നല്ലതായിരുന്നു, എന്റെ കോളേജ് ലൈഫ് എത്ര നല്ലതായിരുന്നു, എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല. ഒക്കെ നിങ്ങളുടെ തോന്നല. നമ്മൾ ആ പഴയ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം ആരും നമുക്ക് സന്തോഷം കണ്ടെത്തി തരില്ല. നമ്മളത് കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന സംഭവം അല്ലല്ലോ അത്.
പിന്നെ ജീവിതത്തിൽ നമുക്ക് ഒരു കുടുംബത്തിലായിക്കോട്ടെ, ഒരു വ്യക്തികൾക്കായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ പറയുന്നില്ല, ഏത് വ്യക്തികൾക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുത് ഒരിക്കലും. നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പഴയ കാര്യങ്ങൾ നമുക്കൊരു കുടുംബത്തിൽ വന്നു, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നമുക്ക് ജീവിതത്തിൽ ഒത്തിരി നെഗറ്റീവുകൾ സംഭവിക്കുന്നവരാ. കാരണം ആരും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സമൂഹം ഒരിക്കലും പോസിറ്റീവ് അല്ല, ഒത്തിരി നെഗറ്റീവുകൾ സംഭവിക്കുന്നവരാണ് നമ്മള്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ തോക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലാണെങ്കിലും പറയരുത്, നമ്മുടെ മനസ്സിലാണെങ്കിലും കൊണ്ടുവരരുത്. പഴയ നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. പഴയ കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയിപ്പിക്കുന്നത്. ഈ നിമിഷം ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ നമ്മള് ചിലർക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തിനു ഇറങ്ങാൻ പേടിയാ. കാരണം ജീവിതത്തില് പിന്നെ ഇപ്പൊ ടെൻഷനാണ്. അതിനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, എനിക്കിത് ഇറങ്ങിയാൽ എന്താകും, അല്ലെ ഒരു ഞാൻ പറഞ്ഞല്ലേ എക്സാമിന് ഇറങ്ങാൻ പോകുന്നു, അയ്യോ എനിക്കിത് എന്താകും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്, ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങുവാണ്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ നമ്മൾ അതാണ് നമ്മുടെ ജീവിതത്തെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മളെ ബേക്കിലോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു കാര്യം. ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തെ പേടിയായിട്ട് ചിന്തിക്കരുത്. കാരണം നമുക്ക് ചിലർ പറയും, മനസ്സിന് നമുക്ക് സന്തോഷമില്ല, എനിക്കൊരു സമാധാനമില്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങള്, സന്തോഷമില്ലായ്മ, സമാധാനമില്ലായ്മ, ഇതൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും മാറ്റാൻ പറ്റില്ല. കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പം മാറ്റാൻ പറ്റുന്നത് നമ്മുടെ മനസ്സാണ്. പിന്നെ ഉറക്കമില്ല, ഇതൊക്കെ പറയും. ഉറക്കമില്ലാത്തതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിക്കും എന്തിനാ ഈ ടെൻഷനുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? നമ്മുടെ മനസ്സിൽ സന്തോഷം മാത്രം നിറച്ചാൽ മതി. നമ്മൾ ഈ പ്രശ്നങ്ങൾ മാത്രം ഒരിക്കലും ചിന്തിച്ചിരിക്കരുത്. പിന്നെ ചിലര് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പം എനിക്ക് തന്നെയാണേലും, ഞാനിപ്പോ ഒരു ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പൊ എന്റെ തന്നെ ഒത്തിരി ഫ്രണ്ട്സുകൾ എന്നോട് വിളിച്ച് പറയും, അതായത് എന്റെ ഫ്രണ്ട്സ് തന്നെ വിളിച്ച് പറയുന്ന കാര്യം, എനിക്ക് ക്ഷീണമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിനക്ക് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമുക്കൊരു പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ നമ്മളത് ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിക്കുക. അല്ലാതെ നമ്മൾ അങ്ങനെ എനിക്ക് വരുമോ എന്ന് ചിന്തിച്ചാൽ നമ്മൾ രോഗത്തെ വിളിച്ചു വരുത്തുന്നതിന് തന്നെ തുല്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, ഉറക്കക്കുറവുണ്ടാകും, സമാധാനക്കുറവുണ്ടാകും, സന്തോഷക്കുറവുണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, നെഗറ്റീവ് എനർജി ഉണ്ടാകും. പിന്നെ ചിലർക്കുണ്ട്, അപകടം വരുമോ, എനിക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമോ. കാരണം അതിനൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ചില വ്യക്തികളുടെ കുടുംബത്തില് ആക്സിഡന്റുകൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ നടന്നിട്ടുണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ രോഗം മൂലമുള്ള മരണങ്ങൾ ഒന്നിൽ കൂടുതൽ നടന്നിട്ടുണ്ടാവാം. അപ്പം അവർക്കൊക്കെ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടരുത്, അതൊരു പോയിന്റാണ്. ഇതൊക്കെ സാധാരണ നമ്മുടെ ലൈഫിൽ നടക്കുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണക്കാർക്കൊക്കെ അറിയാം, സാധാരണ വീട്ടമ്മമാരൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. കാരണം വീട്ടമ്മമാര് നമ്മളിപ്പോ നമ്മുടെ കെട്ടിയമ്മമാരൊന്ന് പുറത്തേക്ക് പോവാ, എത്ര വട്ടം വിളിക്കും, ഒന്ന് വരാൻ താമസിക്കും, അയ്യോ വണ്ടിക്കാണല്ലോ പോയെ, എന്ത് പറ്റും, അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ തന്നെ പറയുന്നത്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു കുഴഞ്ഞു വീണ് മരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം എത്ര പേര് പറയുന്നു, ദൈവമേ എല്ലാവരും കുഴഞ്ഞു വീണ് മരിക്കുന്നു, എനിക്ക് അറ്റാക്കാണോ? ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഒത്തിരി നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കളഞ്ഞു കുളിക്കുന്ന ഒരു ഭാഗം മാത്രമാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്നിടത്ത്, നമ്മൾ ആരോട് എന്ത് സംസാരിച്ചാലും നമ്മൾ എപ്പോഴും പോസിറ്റീവ് സംസാരങ്ങളെ സംസാരിക്കാവുള്ളൂ. ഒരിക്കലും ആർക്കും നെഗറ്റീവ് വരുന്ന കാര്യങ്ങളോ സങ്കടം വരുന്ന കാര്യങ്ങളോ നമ്മൾ സംസാരിക്കരുത്. നമ്മളിപ്പോ അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ നമ്മൾ ഇന്നു മുതല് നമ്മുടെ സംസാരത്തില് ഏത് വ്യക്തികളെ നമ്മളോട് സംസാരിക്കുന്നിടത്തും നമ്മൾ അവർക്ക് സന്തോഷപ്രധാനമായ ഒരു കാര്യങ്ങൾ പറയുക. കാരണം നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി വന്ന് നമ്മളോട് വർത്താനം പറയുന്നു, ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ചിലപ്പം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ മുടി ചിലപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ മുഖത്തിൽ ചില ഡാർക്ക് സ്പോട്ട് ഉണ്ടാകാം. അയ്യോ എന്തുവാടി നീ മെലിഞ്ഞു പോയല്ലോ, നിന്റെ മുഖത്ത് ഡാർക്ക് സ്പോട്ട് ആണല്ലോ എന്നല്ല പറയാ, എടി നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലും ഒന്നും അല്ല കേട്ടോ, നീ കുറച്ചും കൂടി സുന്ദരിയായിട്ടിരിക്കുന്നു. ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളില്ല. ഇതൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകും. ചിലപ്പോൾ അവർ വിചാരിക്കും നമ്മൾ പൊക്കി പറയുന്നതാണ്, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം. ഈ ഒരു സന്തോഷം, നമ്മൾ അവരുടെ കുറ്റം പറയുന്നതിനെക്കാളും ഈ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലും സന്തോഷം തന്നെയാണ് നിറയ്ക്കുന്നത്. കാരണം കൊടുക്കുന്നത് നമുക്കും കിട്ടും. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സന്തോഷം ആർക്കും നമ്മൾ എത്ര കൊടുത്താലും നമുക്കത്
നമ്മുടെ ഉള്ളിൽ പിന്നെയും വന്ന് നിറയും. പക്ഷെ നെഗറ്റീവ് എനർജി നമ്മൾ പുറത്തോട്ട് കൊടുത്താൽ തിരിച്ചിങ്ങോട്ട് വരുന്നതും ആ നെഗറ്റീവ് എനർജിയും ആ സംസാരം. പിന്നെ വേറെ ഒരു വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ, ജീവിതത്തില് പക വെക്കുന്ന മനുഷ്യരുണ്ട്. കാരണം അവർ പഴയ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. പഴയ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് അവരോട് പക, ദേഷ്യം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു വ്യക്തികളോട് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. നമ്മൾ ക്ഷമിച്ചു എന്നുള്ളൊരു വാക്കുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ പറയും, ഓ ഞാൻ എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രയും വർഷം അവരിങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ അവരോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അവർ പറയും, ഞാൻ അന്നേ വിചാരിച്ചതാ, എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ലായിരുന്നു, നീ ഇങ്ങനെയാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ശരിക്കും അവർ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. നമുക്കൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിന്റെ കോണിൽ നിന്ന് അത് എടുത്തു കളയാം. പിന്നെ നമുക്ക് യോഗ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് ശരിക്കും പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലെ ദൈവത്തോട് നമുക്ക് പറയാം. നമ്മുടെ മനസ്സിലുള്ള ആ പക, വിദ്വേഷങ്ങളൊക്കെ എടുത്തു മാറ്റാൻ നമുക്ക് പറയാം. ഇതൊക്കെ പ്രാർത്ഥനയിലൂടെ നടക്കും. പിന്നെ നമുക്കൊരു വ്യക്തിയോട് വെറുപ്പില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താന്ന് ചോദിച്ചാൽ, എവിടെ കണ്ടാലും ആ വ്യക്തിയെ കണ്ടാലും നമുക്ക് ഹൃദയം തുറന്ന് ചിരിക്കാനും ഹലോ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് വെറുപ്പില്ല. പിന്നെ വെറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്യാൻസറിനേക്കാളും മാരകമായ ഒരു രോഗം തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ മനസ്സിൽ ശരിക്കും വിഷമായിട്ടിരിക്കുക. ഈ വിഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ, ആ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തികളെ സ്നേഹിക്കാനും അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാനും പറ്റില്ല. ഈ ഒരു സംഭവം അവരുടെ ഉള്ളിൽ നിന്ന് അവരെ കാർന്ന് തിന്നുക ചെയ്യുക. അവരെ കാർന്ന് തിന്നുന്നത് കൊണ്ട് അവരുടെ ജീവിതം തോറ്റുപോകും. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ എല്ലാവരും മനസ്സിൽ വെക്കണം. കാരണം നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിന് സന്തോഷം കൊടുക്കുക, നമ്മൾ വീട്ടിൽ സന്തോഷം കൊടുക്കുക, മക്കൾക്ക് സന്തോഷം കൊടുക്കുക, ലോകത്തിന് മുഴുവൻ സന്തോഷം കൊടുക്കുക. നമ്മളെപ്പോഴും പ്രസരിക്കുന്ന വിളക്കായി ഇരിക്കുക.